ഹരി ഓം. സംസ്കൃത ഭാഷാ സഹായിയുടെ ഇന്നത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മൂന്നാമത്തെ ട്രാൻസ്ലേഷൻ ക്ലാസ്സാണ്. അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണെന്ന്. നിന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഉണ്ട്? നിന്റെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ വന്നു നിന്റെ എന്നുള്ളതല്ലേ, ഷഷ്ടി വിഭക്തിയാണ്. യുഷ്മ ശബ്ദത്തിൻ്റെ ഷഷ്ടി വിഭക്തി എങ്ങനെ വന്നു? തവ. തവ. ഇനി ക്ലാസ്സിൽ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്താണ് പറയുന്നത്? കക്ഷ എന്നാണ് ക്ലാസ്സിന് പറയുന്നല്ലേ. അപ്പോൾ ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ ഇല്ലെന്നുള്ള ഏത് വിഭക്തിയാണ്? സപ്തമി വിഭക്തി. ക്ലാസ്സിൽ കക്ഷായാം. 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 പിന്നെ എത്ര, എത്ര ഹൗ മെനി എങ്ങനെ പറയും? കതി. കതി. എത്ര എന്നുള്ളതിന് കതി. അപ്പം ഇങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചില പുതിയ വാക്കൊക്കെ വരും ക്വസ്റ്റ്യൻ്റെ രീതിയിൽ. കതി കുട്ടികൾ, അത് നിങ്ങൾ ഛാത്രഹയാണ് ഒരു കുട്ടിക്ക്. ഛാത്രാഹയാണ് ബഹുവചനം. ഛാത്രാഹ. കതി ഛാത്രാഹ. ഇനി ഉണ്ട്. ഉണ്ടെന്നുള്ളതിന് പറഞ്ഞു അസ്ഥിസ്തഹ സന്ധി പറഞ്ഞു തന്നില്ല. ഉണ്ട് ആണ്, അതൊക്കെ അസ് ധാതുവാണ്. അസ്ഥിസ്തഹ സന്ധി അല്ലേ. അപ്പോൾ ഇവിടെ ഛാത്രാഹ സന്ധി, ബഹുവചനം ആയതുകൊണ്ട് സന്ധി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം മനസ്സിലായില്ലേ? അടുത്തത് രണ്ടാമത്തെ നോക്കിക്കോളൂ. എൻ്റെ അതിൻ്റെ ഉത്തരവാണ്. എൻ്റെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ട്. എൻ്റെ ക്ലാസ്സിൽ, നിൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ തവ, തവ കക്ഷായ. അപ്പോൾ എൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ മമ കക്ഷായ. മമ കക്ഷായ. മമ കക്ഷായ. ഇനി 30 എന്നുള്ളത് നമ്പറാണ് അല്ലേ. ഏകം ദ്വിത്രീണി അങ്ങനെ വന്ന് 29 വരുമ്പോൾ 10 എന്ത് പറയും? ദശ. 90 പിന്നെ നവദശ, പിന്നെ വിംശതി, ഏകവിംശതി അങ്ങനെ വന്ന് നവവിംശതി, ത്രിംശത്ത്. 30 പറയുന്നതാണ് ത്രിംശത്ത്. അപ്പോൾ കക്ഷായം ത്രിംശത്ത്. ത്രിംശത്ത്. ഇനി കുട്ടികൾ എന്ന് അവിടെ തന്നെ ഉണ്ട്. ഛാത്രാഹ, അത് അതുപോലെ തന്നെ. ഛാത്രാഹ സന്തി. ഛാത്രാഹ സന്തി. ഇനി അവൾ എപ്പോൾ വരുന്നു? അവൾ എന്നുള്ളതിന് സാ. അവനാമ സഹ. സാ. സാ എപ്പോൾ. എപ്പോൾ എന്നുള്ള വാക്ക് അത് കഥാ. വെൻ. കഥാ. കഥാ വരുന്നു. വരുന്നു. ഇപ്പം പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഗച്ഛതി ഗച്ഛതഹ ഗച്ഛന്തിയാണ് വരുന്നല്ലേ. അപ്പോൾ കമ്മിങ് വരുന്നു എന്നുള്ള എങ്ങനെ വരും? ആ ഗച്ഛതി. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? സാ എന്നുള്ളത് പിന്നെ പ്രഥമ പുരുഷനാണ്. അത് അതിൻ്റെ ഇത് വരുമ്പോഴത്തേക്ക് സിംഗുലർ തന്നെ വരും. അപ്പോൾ ആ ഗച്ഛതി. ആ ഗച്ഛതി. ആ ഗച്ഛതി. അത് ക്വസ്റ്റ്യനാണ്. അടുത്തത്, നീ ആരോടൊപ്പം താമസിക്കുന്നു? നീ. നീ പല പ്രാവശ്യം വന്നു. നീ മധ്യമപുരുഷനാണ്. ത്വം മധ്യമപുരുഷനിൽ വരുന്നതാണ്. അതായത് സെക്കൻഡ് പേഴ്സൺ അല്ലേ. നീ ആരോട്. ആരോടൊപ്പം. ആരോട് എന്നുള്ളത് ഏത് വിഭക്തിയായിട്ടാണ് വരുന്നത്? ഏത് വിഭക്തി? തൃതീയയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എപ്പോഴും ഒപ്പം സഹായം വരും അല്ലേ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നു. ആരോട്. അപ്പോൾ കഹ കൗക്കെ അങ്ങനെ വരുമ്പോഴത്തേക്ക് തൃതീയ വിഭക്തി എങ്ങനെ വരും? കയാ. കയാ. കാഭ്യാം. കാഭി. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം കയാ. ത്വം കയാ. ഒപ്പം എന്നുള്ളതിന് സഹ. കയാ സഹ. താമസിക്കുന്നു. വസ് ധാതുവാണ്. വസിക്കുക, താമസിക്കുക. നിവസതി എന്നും പറയാൻ വേണമെങ്കിൽ. അപ്പോൾ ഇവിടെ ത്വമാണ് മധ്യമ പുരുഷൻ എന്ന് വരണം. സെക്കൻഡ് പേഴ്സൺ ആയതുകൊണ്ട് മധ്യമ പുരുഷനാണ്. വസുധാതുവിൻ്റെ പ്രഥമ പുരുഷൻ വസതി, വസതഃ, വസന്തി. മധ്യമപുരുഷൻ വന്നപ്പം വസസി, വസതഃ, വസത. അപ്പോൾ ഇവിടെ ത്വം കയാസഹ വസസി. വസസി. ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അപ്പോൾ അതിൻ്റെ ആൻസർ, ഞാൻ അമ്മയോടൊപ്പം താമസിക്കുന്നു. ഞാൻ അഹം. ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അഹം
അമ്മയോടൊപ്പം, അവിടെയും തൃതീയ വന്നില്ലേ, ഒപ്പവും വന്നു അല്ലേ, അപ്പോൾ സഹയും വരും. അമ്മയ്ക്കെന്നാണ് ജനനി, ഒരുപാട് വാക്കുകളുണ്ട്, അതിലൊന്നാണ് ജനനി. ജനനി എന്ന് പറയുമ്പോൾ ഈകാരാന്തമാണ്, ഈയിൽ അവസാനിക്കുന്നത്. അപ്പം ജനനിയോട് എന്നുള്ളത് തൃതീയ എങ്ങനെ വരും? ജനനി എന്നുള്ളത് ജനന്യാ ജനനീഭ്യാം ജനനീഭ്യഹായാണ്. ജനനീഭ്യഹ അല്ല, ജനനീഭിഹി, ജനനീഭിഹി. അപ്പം ജനന്യാ ജനനീഭ്യാം ജനനീഭിഹി. അപ്പം ഇവിടെ എന്ത് വരും? ജനന്യ, സിംഗുലർല്ലേ, ജനന്യ 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 സഹ. താമസിക്കുന്നത് ഇത് തന്നെ. അപ്പം അഹമാവുമ്പോൾ എന്ത് ചെയ്യണം? അഹം ഫസ്റ്റ് പേഴ്സൺ ആണ്. അപ്പം എന്ത് ചെയ്യണം? ഉത്തമ പുരുഷനിൽ വരണം. ഉത്തമ പുരുഷൻ എങ്ങനെ? വസുധാതുവിൻ്റെ ഉത്തമ പുരുഷൻ, മധ്യപുരുഷൻ വന്നപ്പം വസസി വസതഃ വസത. ഉത്തമ പുരുഷൻ വരും വസാമി വസാവഹ വസാമഹ. അപ്പം ഇവിടെ അഹമായതുകൊണ്ട് വസാമി വസാമി. അടുത്തത് നീ എന്ത് ചെയ്യുന്നു? നീ എന്നുള്ള അറിയാം, ത്വം. എന്ത്, എന്തെന്നുള്ളതിന് എന്താണ്? കിം എന്നാണ്. കിം കേ കാനി, എന്ത്. അപ്പം കിം. ഇനി അടുത്ത ശ്രദ്ധിച്ചിരുന്നോളൂ. അടുത്ത എന്താണ്? ചെയ്യുന്നു എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ വന്നിരുന്നു, കൃ ധാതുവാണ്. പക്ഷെ അത് പ്രഥമ പുരുഷനിൽ മാത്രം കൂടുതലും വന്നിട്ടുള്ളത്. കൃ ധാതുവിൻ്റെ പ്രഥമ പുരുഷൻ കരോതി, കുരുതഹ, കുർവന്തിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ വരുന്നത് നീയാണ്. അപ്പം മധ്യപുരുഷനിൽ വരണം അല്ലേ. കരോഷി, കരോസി അല്ല, കരോഷി, കുരുഥ കുരുഥ. അപ്പോൾ കരോഷിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ത്വം കിം കരോഷി, നീ എന്ത് ചെയ്യുന്നു, വാട്ട് ആർ യു ഡൂയിങ് എന്നുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഈ രീതിയിലാണ് വരുന്നത്. അടുത്ത നോക്കിയോളൂ. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഇല്ല. എൻ്റെ വീട്ടിൽ, എൻ്റെ എന്ന് പല പ്രാവശ്യം വന്നിട്ടുണ്ടല്ലേ, ഷഷ്ടിയാണ്. എൻ്റെ മമ, മമ മമ. ഇനി വീട്ടിൽ എന്നുള്ളത് ഗൃഹം എന്നാണ് വീടെന്ന് പറയുന്നത്. പക്ഷെ അത് വീട്ടിൽ, അത് ഏത് വിഭക്തി വരുന്നു? സപ്തമി അല്ലേ. സപ്തമി ഏകവചനമാണ്. സപ്തമി വരുമ്പോൾ എങ്ങനെ വന്നു? വീട്ടിൽ. ഗൃഹേ, മമ ഗൃഹേ, ഗൃഹത്തിൽ. മമ ഗൃഹേ. എൻ്റെ അമ്മ, എഗെയിൻ അമ്മ, മാമ വന്നു. മമ, മമ. അമ്മയ്ക്ക് എന്താ പറയുന്നത്? മാതാ. മമ മാതാ. ഇനിയാണ് നോക്കൂ. ഇല്ല. ഉണ്ടെന്നെങ്ങനെ പറയും? അസ്തി. അപ്പോൾ ഇല്ലായും കൂടെ ഇല്ല എന്ന് പറയും നാസ്തി. ന പ്ലസ് അസ്തിയാണ് നാസ്തി. നാസ്തി, നാസ്തി. അടുത്തത്, എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. എനിക്ക് അവിടെയും ഇവിടെ എൻ്റെ വന്നപ്പോൾ ഷഷ്ടിയുടെ എന്തൊക്കെ ഇൻ്റെ ഉടേക്ക് ന ഇതാണ് പ്രത്യയം വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്കും എന്താ ഷഷ്ടി തന്നെയല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? മാമ, ഇവിടെ മാമയും. അപ്പോൾ ഇത് രണ്ടും ഒരുപോലെ. എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട്. കൂട്ടുകാർ എന്നുള്ളതിന് എന്താണ്? മിത്രമാണ്, കൂട്ടുകാരൻ. അപ്പോൾ അതിൻ്റെ ബഹുവചനം മിത്രാണി. മിത്രം, മിത്രേ, മിത്രാണിയാണ്. അപ്പോൾ അങ്ങനെയാണ്. ധാരാളം എന്നുള്ളതും എന്ത് ചെയ്യണം? അതുപോലെ തന്നെ ബഹുവചനം തന്നെ വരണം. അപ്പോൾ ധാരാളം എന്നുള്ളത് എങ്ങനെ വരും? കൂട്ടുകാരാണ് മിത്രാണി. അതിൻ്റെ ബഹുവചനം ബഹൂനി മിത്രാണി. ബഹൂനി മിത്രാണി. ബഹൂനി മിത്രാണി. ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കറിയാം. അവിടെ എനിക്ക് ധാരാളം കൂട്ടുകാരുണ്ട്, കൂട്ടുകാരെയാണ് പറയുന്നത്. അപ്പോൾ കൂട്ടുകാർ ബഹുവചനമാണ്. അപ്പോൾ മിത്രാണി സന്ധി. ഇനി അവൾ നന്നായി പാടുന്നു. അവൾ, അവൾ എന്ന് നേരത്തെ ഒന്ന് സാ, ഷി എന്നുള്ള അർത്ഥത്തിൽ. സാ. നന്നായി എന്നുള്ളതിന് സമ്യക്, സമ്യക്, സമ്യക്. പാടുന്നു, പാടുക എന്നുള്ളതിന് ഏത്? പിന്നെ പാടുക എന്നുള്ളതിന് ഗീ ധാതു, അല്ലെങ്കിൽ ഗായ് ധാതു. ഗായതി, ഗായതി, ഗായതഃ, ഗായന്തി. ഇവിടെ സാ പിന്നെ വരുമ്പോൾ അത് പ്രഥമ പുരുഷനിൽ വരണം. അപ്പം ഗായതി. സാ സമ്യക് ഗായതി. അപ്പം ഇങ്ങനെ ഇതൊക്കെ വരുമ്പോഴത്തേക്കും കുറേ പിന്നെ വെർബ് ക്രിയകൾ പഠിക്കാം, പിന്നെ വിഭക്തികൾ. അപ്പോൾ കൂടുതലും നമ്മളിന്ന് പഠിച്ചത് പിന്നെ ഷഷ്ടി വിഭക്തിയാണ്. തൃതീയയും ഷഷ്ടിയും ആണ് കൂടുതലും വന്നിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ വേറെ ഏതാനും ചോദ്യങ്ങൾ ട്രാൻസ്ലേഷനുമായി ഞാൻ വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.